കനത്ത മഴ പെയ്യുമ്പോൾ പത്തനംതിട്ട അടൂരിലെ കാഴ്ചാപരിമിതരായ അച്ഛൻ്റെയും മകൻ്റെയും ഉള്ളിൽ തീ മഴയാണ് പെയ്യുന്നത്. സംരക്ഷണ ഭിത്തി ഒരുക്കാതെ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് 20 അടിയോളം താഴ്ചയിൽ മണ്ണെടുത്താണ് ഇവരുടെ ദുരിത ജീവിതത്തിൻ്റെ കാരണം. മഴയിൽ വീട് നിലം പൊത്തുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം കഴിഞ്ഞുകൂടുന്നത്. അനിയന് 50% കാഴ്ച കുറവാണ്. എൻ്റെ അപ്പനാണ്, എൻ്റെ അച്ഛന് 90% കാഴ്ച കുറവുണ്ട്. ഇവർ രണ്ടുപേരും ഇതുവഴിയാണ് പോവുകയും വരികയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മരം കിടക്കുന്നതുകൊണ്ട് വലിയ ഉപകാരമായിട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ ഇവർ വീണ് താപ്പോട്ട് തന്നെ ഇറങ്ങത്തുള്ളൂ. ആ കിടക്കുന്നതുകൊണ്ടിൻ്റെ പേരിൽ ഇവരിവിടെ ആ മരത്തെ തട്ട് ഇവർ തിരിച്ച് ആരെല്ലാം വിളിക്കും, അങ്ങോട്ട് കയറി പോകും. മണ്ണെടുത്തെടുത്ത വീടിൻ്റെ തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ്. ഇതിനോടകം പറമ്പിൻ്റെ ചില വശങ്ങൾ ഇടിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു വീട് വെച്ചിട്ട് ഞങ്ങൾ അധികം താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത്. ജീവന് ഭീഷണിയാണ്. ഏത് നിമിഷം ഇത് താഴുവേ, പേടിയാണ് എന്ത് കിടക്കാൻ. ഇപ്പോൾ തന്നെ പകൽ ഇപ്പോൾ ഇളയ മോനകത്ത് കിടന്ന് ഉറങ്ങുക, എന്നിട്ട് അതിനകത്ത് ആളിനെ ഇരുത്തിയേക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ. മണ്ണെടുപ്പിനെ കുറിച്ച് ആക്ഷേപമുയർന്നതോടെ ജിയോളജി വകുപ്പ് പരിശോധന നടത്തി. സംഭവത്തിൽ പെരിങ്ങനാട് വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ച തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം നിയമാനുസൃതമായാണ് മണ്ണെടുപ്പെന്നും വീട്ടുകാർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്നാണ് സ്ഥല ഉടമ രാജൻ പറയുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് അടൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്. ഇന്നലെ വൈകിട്ടാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്, ഇങ്ങനെ അപകട ഭീഷണിയായി എന്നുള്ളത്. അപ്പോൾ തന്നെ ആ ഉടമസ്ഥനെ ഞാൻ വിളിച്ചു. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഒരു ആശങ്കയും വേണ്ട. അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. മണ്ണെടുപ്പ് നിയമപരമാണോ അല്ലയോ എന്നല്ല കുടുംബത്തിന്റെ പ്രശ്നം. തങ്ങൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങണം എന്നതാണ് ഇവരുടെ ആവശ്യം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.